ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പേഴ്സണൽ ലോണിനെ കുറിച്ചും ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഐഡിയ എങ്ങനെ കിട്ടും എന്നൊക്കെ നല്ല ധാരണയുള്ളവരാണ്. സിബിലിൻ്റെ ബേസിൽ, ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ബേസിൽ, നമ്മുടെ ബിസിനസ് ബേസ്, ഒബ്ലിഗേഷൻ ബേസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് കാർഡും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, കാർ ലോൺ, ഇങ്ങനെ പല ലോൺസുകളും കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 8 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഫേക്ക് ലോൺ ആപ്പിൻ്റെ അതിക്രമം വളരെ വളരെ വലുതായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് അധികം പ്ലേ സ്റ്റോറിൽ ഫേക്ക് ലോൺ ആപ്പൊന്നും ഇപ്പോൾ കാണുവാനില്ല. ഇപ്പോൾ മുഴുവനും ഏകദേശം ഒരു 99.99% RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ആളെ കൊല്ലുന്ന ഇൻട്രസ്റ്റ് മേടിക്കുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. നമ്മുടെ RBI അപ്രൂവ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ തന്നെ ആളെ കൊല്ലുന്ന തരത്തിൽ എന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ പലിശയാണ് ഇവർ. പക്ഷേ ലോൺ തരും, നമുക്കിപ്പോൾ സിബിൽ ഇല്ലെങ്കിൽ പോലും അവർ ലോൺ തരും. നമ്മുടെ പേഡേ ആപ്ലിക്കേഷനെ പോലെ 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഇങ്ങനെയൊക്കെ ആ ഒരു വാലിഡിറ്റി തന്ന്, കാലാവധി തന്ന് നമുക്ക് ലോൺ തരും. പക്ഷേ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഒരു 90% പേർക്കും പറ്റില്ല. കാരണം എങ്ങനെയെങ്കിലും അത് അടവ് മുടങ്ങി സിബിൽ പോകും. കാരണം അത്ര കാഠിന്യമേറിയതാണ് അവരുടെ EMI. ഉദാഹരണ സഹിതം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവായി ഒന്ന് ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ചാടിയെടുക്കരുത്. കാരണം അതിൻ്റെ പലിശയും മറ്റ് കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് വളരെ വളരെ നഷ്ടം വരും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2-3 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡേറ്റാസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അവരുടെ ഡേറ്റാസ് വെച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഏകദേശം 513 സിബിൽ സ്കോർ ഉള്ളത്. എന്നാൽ ഇത് നല്ല സിബിൽ സ്കോറാണോ? അല്ല. ഒരു എന്താ പറയുന്നത്, നല്ല സിബിൽ സ്കോർ നമുക്ക് പറയാനേ കഴിയില്ല. ഒരു ആവറേജ് എങ്കിലും എന്ന് പറയണമെങ്കിൽ നമുക്കൊരു 650 സിബിൽ സ്കോർ വേണം. ഇത് 513 ഈ സബ്സ്ക്രൈബറിൻ്റെ എന്താ പറയുന്നത് സിബിൽ സ്കോർ. അപ്പോൾ അദ്ദേഹത്തിന് ലോൺ കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ്. നമുക്ക് എമൗണ്ട് നോക്കാം. ഇവിടെ ഏകദേശം 30,000 രൂപയാണ് അദ്ദേഹം ലോണായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 30,000 രൂപ എടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഡിസ്ബേഴ്സ് ആയിരിക്കുന്നത് 24,000 രൂപയാണ് ഡിസ്ബേഴ്സ് ആയിരിക്കുന്നത്. 3 മാസമാണ് റീപേയ്മെൻറ്റ് കാലാവധി. ഒരു EMI എന്ന് പറയുന്നത് 10,905 രൂപയാണ്. ഈ 10,905 രൂപ വെച്ച് 3 മാസമാകുമ്പോൾ ഏകദേശം 32 സംതിങ് 33,000 രൂപയോളം അടുത്ത് വരുന്നുണ്ട്. 24,000 രൂപ എടുത്തിട്ട് നമ്മൾ ഏകദേശം 9-10 രൂപയോളം പലിശ അടയ്ക്കുന്നുണ്ട്. ഇത് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അത്രത്തോളം നിങ്ങൾ ക്യാഷിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ വേറെ അർജൻറ്റ് എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ മാത്രം, ആരെങ്കിലും കടം തന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ക്യാഷ് അല്ലെങ്കിൽ ഈ ഒരു ലോൺ റാം ഫിൻകോർപ്പ് എന്ന ഒരു ഫിനാൻസ് യൂസ് ചെയ്യുക. കാരണം വളരെ വളരെ പലിശയാണ് ഈ റാം ഫിൻകോപ്പിന്. ഓക്കെ, പെട്ടെന്ന് കിട്ടും. അവർ ചില സമയങ്ങളിൽ അത്രയേറെ സിബിൽ ഇഷ്യൂ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാതുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ ലോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ലോൺ എടുത്തു, അത് ഇതുവരെയായിട്ടും അടച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ടീംസിനൊന്നും റാം ഫിൻകോർപ്പ് കൊടുക്കില്ല. ഓക്കെ, അല്ലാതെ ഇപ്പം 2, 3, 4 ബൗൺസോ ഡ്യൂ വന്ന ടീംസിനെല്ലാം കൊടുക്കും. ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ച നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബറിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് ലോൺ കിട്ടിയത് 30,000 രൂപയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് 24,000 രൂപയാണ്. ഈ 24,000 രൂപയും കിട്ടിയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം 22 രൂപയാണ് എനിക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർക്കുന്നത്. അപ്പോൾ ഏകദേശം 10-11 രൂപയോളം അദ്ദേഹം പലിശ തന്നെ ഈ 3 മാസം അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് കറക്റ്റ് മറിഞ്ഞ് വന്നില്ല, ക്യാഷ് മറിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്, നമ്മുടെ തീർച്ചയായിട്ടും ആ ഒരു ഡെബിറ്റ് ട്രാപ്പിൽ പോയി വീഴും. അതേപോലെ മനുഷ്യനെ പറ്റിക്കുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് റുപ്പി റെഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇവർക്കും നല്ല പലിശയാണ്. ഇവർ ലോൺ തരും. ഒരുവിധം സിബിൽ സ്കോർ ഉള്ളവർക്കെല്ലാം ലോൺ തരും. ആദ്യമേ ഇവർ തരുന്ന എമൗണ്ട് ഒരു 4,000 രൂപയാണ്. ഈ 4,000 രൂപയ്ക്ക്, കാരണം എനിക്കതിപ്പോൾ കാണിക്കാൻ കഴിയില്ല, ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തരാമായിരുന്നു, അവരെന്നെ ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു തരാം. ഞാൻ 4,000 ആദ്യം എടുത്തിട്ട് ഞാൻ അടച്ച തുക ഏകദേശം 6,000 രൂപയോളം ഞാൻ ലോൺ അടച്ചു. അതിനുശേഷം അവർ എനിക്ക് തന്ന എമൗണ്ട് 25 ആയിരുന്നു. 25-ൽ എനിക്ക് കിട്ടിയ എമൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു റുപ്പി റെഡിയിൽ നിന്ന് ലോൺ എടുത്ത ടീംസിനെല്ലാം അറിയാൻ പറ്റും. നമ്മൾ 25 എടുത്തിട്ട് നമുക്ക് തന്നത് 19,000 രൂപയാണ്. ഈ 19,000 രൂപ തന്നിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വന്ന ഏകദേശം 33,000 രൂപ. നമ്മളെ റാം ഫിൻകോപ്പിനെക്കാട്ടിയും ഇൻട്രസ്റ്റ് കൂടുതലാണ് ഈ ഒരു റുപ്പി റെഡി എന്ന് പറയുന്ന പേഴ്സണൽ ലോൺ. ഓക്കെ,
90% പേർക്കും ഇവർ 2 പ്രാവശ്യം മാത്രമേ ലോൺ തരികയുള്ളൂ. അത് ഇവരുടെ ഒരു ഉഡായിപ്പാണ്. കാരണം ക്യാഷ് വളരെ ഫാസ്റ്റിലാണ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ബാങ്കൊക്കെ ആണെങ്കിൽ 3 വർഷം 4 വർഷമൊക്കെ നമുക്ക് EMI കിട്ടും. പക്ഷേ ഇവർ ഈ പേഡേ ആപ്പിലൊക്കെ ഏകദേശം തുച്ഛമായ ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ഇത്രയും എമൗണ്ട് വലിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അടയ്ക്കാതിരിക്കാം. പക്ഷേ എന്താ പറയുക, നമ്മൾക്ക് തന്നെ നഷ്ടം വരും. കാരണം സിബിൽ സ്കോർ മുഴുവനായിട്ട് പോവും. പിന്നെ നമുക്ക് ഒരു ലോണും കിട്ടില്ല. അപ്പോൾ ഈ റുപ്പി റെഡി എന്ന ആപ്പും നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ വേറൊരു ആപ്പാണ് റാപ്പിഡ് റുപ്പി എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഈ റാപ്പിഡ് റുപ്പി എന്ന് പറയുന്ന ആപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ 2 ആപ്പിനെക്കാട്ടിയും കുറച്ച് ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കുറച്ച് കുറവാണ്. കുറച്ച് കുറവെന്ന് പറയാം. തീരെ സിവിലില്ലാത്തവർക്ക് പോലും ഇവർ ലോൺ കൊടുക്കും. നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1000 രൂപയാണ് ഇപ്പോൾ ഇവർക്ക് എന്താ പറയുന്നത് ഈ ഒരു ലോൺ സാങ്ഷൻ ആയിരിക്കുന്നത്. 21 ദിവസത്തേക്ക് 1490 രൂപ അടയ്ക്കണം. 30 ദിവസമാണെങ്കിൽ 1499 രൂപ അടയ്ക്കണം. എന്നാലും ഇത് കൂടുതൽ തന്നെയാണ്. നമ്മൾ ബാങ്കിൻ്റെ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഒരു 2000 വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2800 2900 ആ റേഞ്ചിൽ EMI വരും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം, ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. എനിക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ സിബിൽ പോകും. അപ്പോൾ അത് കാരണം നമ്മുടെ ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഈ ഒരു ഡെബിറ്റ് ക്രൈസ് വരുന്ന സമയത്ത് എനിക്കായാൽ പോലും, ഇനി ഒരു ആവറേജ് മണിയുള്ള ആൾക്കാർക്ക് ആയാൽ പോലും ഡെബിറ്റ് ട്രാപ്പിൽ വന്നാൽ പിന്നെ എന്താ പറയുന്നത് ഒന്ന് എണീക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കേട്ടുമെല്ലാം എടുക്കണം. അല്ലാതെ വലിച്ചു വാരി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന്, അപ്പോൾ ഒരു അർജൻറ്റ് അല്ലാത്തൊരു അനാവശ്യത്തിനൊന്നും ഇതിൽ നിന്ന് ഒരിക്കലും ലോൺ നമ്മൾ എടുക്കരുത്. ഇനി ലാസ്റ്റ് വരുന്നൊരു ആപ്ലിക്കേഷനാണ് ഫതക് പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതും നമുക്ക് ലോൺ സിബിൽ 650 സിബിൽ വേണം. 625 ഉണ്ടെങ്കിൽ ഇവർ ലോൺ തരും. പക്ഷേ ഇവർ എന്താ പറയുക നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ്. ഓക്കെ. ഇത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ 7000 എടുക്കുന്ന സമയത്ത് നമുക്ക് 6400 സംതിങ്ങേ കിട്ടിയുള്ളൂ. അടയ്ക്കുന്നത് 7234 രൂപ അടയ്ക്കണം. ഇവരിങ്ങനെ എന്താ പറയുന്നത് ഒരു ക്രെഡിറ്റ് ലൈനാണ്. ക്രെഡിറ്റ് ലൈൻ ടീംസാണ്. ഓരോ മാസവും നമ്മുടെ ഈ ഒരു എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് പോലെ നമ്മുടെ ആ ഒരു ലിമിറ്റ് ഇങ്ങനെ വെച്ചിരിക്കും. ഓരോ മാസവും അവർക്ക് ഒരു പ്രത്യേക ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങളിപ്പോൾ 1-ാം തീയതിയാണ് ഡേറ്റ് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 29-ാം തീയതി എടുത്താലും നിങ്ങൾ 1-ാം തീയതി പൈസ അടയ്ക്കേണ്ടി വരും. ഓക്കെ. അതാണ് അവരുടെ ഒരു സൈക്കിൾ, ലോൺ സൈക്കിൾ. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ട്രൂ ബാലൻസും ബ്രാഞ്ചൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരുവിധം ലോൺ അവർ തരുന്നതാണ്. പക്ഷേ ട്രൂ ബാലൻസൊക്കെ പക്ഷേ നമുക്കൊരു 3 തവണയാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലോക്ക് ചെയ്യും. അതും ട്രൂ ബാലൻസിലും ബ്രാഞ്ചിലും കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ബ്രാഞ്ചിലും ട്രൂ ബാലൻസിനും അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒരു ഏറെക്കുറെ ഒരു 75% നമുക്കൊരു 14,000 രൂപ കഴിഞ്ഞാൽ പിന്നെ അവർ ലോക്ക് ചെയ്യും. ബ്രാഞ്ചിലും സെയിം അവസ്ഥ തന്നെയാണ്. അവരൊരു എന്താ പറയുന്നത് ഒരു 6,000 8,000 കഴിഞ്ഞാൽ പിന്നെ ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഫസ്റ്റിലെ 1000 1500 അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളിങ്ങനെ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് മാത്രം ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫിൻകോർപ്പ് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് റാം ഫിൻകോർപ്പ്. ഒരുപാട് ലോൺസ് മറ്റേ ആപ്പിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ NBFC അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുന്നുണ്ട്. അവരിനി കുറച്ച് കഴിയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എലിജിബിലിറ്റി കുറയും. കാരണം ഇപ്പോൾ അവർ വെരി വെരി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് അപ്രൂവൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ. സിബിലുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു വാരിക്കോരി കൊടുക്കുന്നതാണ്. നിങ്ങളെ കാണിച്ചെന്നുള്ള 513 സിബിൽ സ്കോർ ഉള്ളവർക്ക് ഈ ഒരു 30,000 ലോൺ കിട്ടിയ കേസ്. അപ്പോൾ അവർ സിബിലില്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സാലറി ഇല്ലാതെ ഇപ്പോൾ ഒരുവിധം ചെയ്യുന്നത് റാം ഫിൻകോർപ്പാണ്. 40,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി ഇല്ലാതെ തരും. ഏറ്റവും കൂടിയാൽ 50,000 രൂപ വരെ സാലറി ഇല്ലാതെ അവർ തരും. 50,000-ന് മുകളിൽ വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളും കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ 50,000-ന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളുമെല്ലാം കാണിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 30,000 രൂപ എടുത്തിട്ടുണ്ട്. ഇവർ ആധാർ കാർഡും പാൻ കാർഡും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏത് ബേസിലാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാനെന്താ ആൻസർലെസ് ആണ്. എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതിന് മുമ്പ് കസ്റ്റമർ എന്തെങ്കിലും ലോൺ എടുത്ത് ക്ലിയർ ആയിട്ട് പോയി കാണാം. അതായത് ഒരു എന്താ പറയുന്നത് അവർ മനഃപൂർവ്വമല്ല എന്നവർക്ക് തോന്നിക്കാണാം ബാങ്കിങ്ങിന്. അതുകൊണ്ടായിരിക്കും അവർ കൊടുത്തത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ബാങ്കിങ്ങിൽ. നമ്മൾ ചില ലോണുകൾ അടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് അവർക്കറിയാം ഇത് മനഃപൂർവ്വം ആയിരിക്കില്ല, അല്ലെങ്കിൽ അന്ന് അടച്ചല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ബാങ്ക് നോക്കും.
അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് ലോൺ എടുത്ത് ക്ലിയർ ആയിട്ട് അടച്ചു. അതിനുശേഷം വരുന്ന 2-3 ലോണിൽ എന്തെങ്കിലും പെൻഡിങ് വന്നാലും ചില ബാങ്കുകൾ ലോൺ തരും. ഒരു 60-65% ബാങ്കുകളും ലോൺ തരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വിൽഫുൾ ഡിഫോൾട്ടർ അല്ല എന്ന് മനസ്സിലാക്കിയാൽ ലോൺ ചില ബാങ്കുകൾ തരും. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ വന്നത്, നിങ്ങൾ സിബിൽ സ്കോറൊന്നും വെറുതെ നശിപ്പിച്ച് കളയരുത്. സിബിൽ ഇല്ലാതെ നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ലോണിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. ഓക്കെ, ചില ആൾക്കാർക്ക് പറ്റുമായിരിക്കാം, ഞാൻ എല്ലാവരെയും പറയുന്നില്ല. എന്നാൽ ചില ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ലോണിനെ ഡിപ്പെൻഡ് ചെയ്താലേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സിബിൽ അങ്ങനെ വാരി വലിച്ചെടുത്ത് ലോണൊന്നും എടുത്ത് നശിപ്പിക്കാതിരിക്കുക. എടുത്തെങ്കിൽ തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അടച്ച് പോകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.